നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ യൂട്യൂബിലായാലും ഗൂഗിൾ ക്രോമിലായാലും ഏത് ഗൂഗിളിന്റെ ആപ്ലിക്കേഷനിലും സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ഇതേപോലെ ഫോണിൽ സേവ് ആവുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇവിടുന്ന് കാണിച്ചു തരുന്നത് ഇതുവരെ ഈ അക്കൗണ്ടിന്റെ അകത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബ് ഉപയോഗിച്ച് തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടോ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി സേവ്ഡ് ആണ്. ഇത് ഗൂഗിൾ തന്നെ സേവ് ചെയ്യുന്ന വെക്കുന്നതാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോൺ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിന്റെ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുവരെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്തതെന്ന് കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇനി അവിടുന്ന് ബാക്ക് അടിച്ചിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കണ്ടോ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഗൂഗിളിന്റെ സർവീസിൽ വരുന്ന യൂട്യൂബ്, ഗൂഗിൾ ക്രോം, ഗൂഗിൾ സെർച്ച്, പ്ലേ സ്റ്റോർ, ഇതിലെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സേവ്ഡ് ആണ്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് ഗൂഗിൾ യൂട്യൂബ് ഉണ്ട്, തൊട്ട് താഴെ ജിമെയിൽ ഉണ്ട്, പ്ലേ സ്റ്റോർ ഉണ്ട്, ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ഗൂഗിൾ ഫോട്ടോസ് ഉണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ മാപ്സ് ഉണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഗൂഗിൾ ക്രോം താഴെ കിടപ്പുണ്ട്, ഗൂഗിൾ ക്രോം. അപ്പൊ ഈ സർവീസുകളിലെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും സേവ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി ഗൂഗിൾ തന്നെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തതെന്ന് ഗൂഗിളിൽ എപ്പോഴേലും കണ്ടുപിടിക്കാൻ പറ്റും. മറ്റുള്ളവരാരെങ്കിലും നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഒരു കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിനുവേണ്ടി ജസ്റ്റ് വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി, അതിവിടെ ഓൺ ആണ്. കണ്ടോ, നമ്മൾ എന്ത് വെബ് വഴി ചെയ്താലും ആപ്പ് വഴി ചെയ്താലും അതൊക്കെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ താഴെ ഇവിടെ ഓൺ ആണ്. റൈറ്റ് സൈഡിൽ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരുന്നത് കാണാം. ഏറ്റവും മേളിൽ ടേൺ ഓഫ് എന്നുണ്ട്, രണ്ടാമത് താഴെയായിട്ട് ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ഓൾഡ് ആക്ടിവിറ്റി, അത് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ഗൂഗിൾ ക്രോം വഴി യൂട്യൂബ് വഴി സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റ് ആകുന്നതായിരിക്കും. അപ്പൊ അത് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് പോയി കഴിഞ്ഞാൽ കണ്ടോ ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ആപ്ലിക്കേഷന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടുന്ന് വരും. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഹിസ്റ്ററി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണൽ ആപ്ലിക്കേഷൻ ഉണ്ട് അതിന്റെ ഹിസ്റ്ററി ഒന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഇതേപോലെ റൈറ്റ് സൈഡിലെ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ റൈറ്റ് സൈഡിലെ ടിക്ക് മാർക്ക് ഇങ്ങനെ ഒന്ന് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന് മാത്രം ഹിസ്റ്ററി ഡിലീറ്റ് ആയില്ല. കണ്ടോ, എന്നിട്ട് ആവശ്യമുള്ള എല്ലാ ആപ്ലിക്കേഷൻ ഇതേപോലെ സെലക്ട് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. താഴെ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി സേവ് ചെയ്തിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ള യൂട്യൂബിലും ക്രോമിലും അതുപോലെ പ്ലേ സ്റ്റോർ വഴിയും ഒക്കെ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഇവിടുന്ന് ഡിലീറ്റ് ആകുന്നതായിരിക്കും. അങ്ങനെ ഡിലീറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് പ്രൊട്ടക്റ്റഡ് ആകൂ. ഗൂഗിൾ പലപ്പോഴും ഇത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ഒക്കെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എത്രയും കാലം നിങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ പ്രൈവസി സംബന്ധിക്കുന്ന പല കാര്യങ്ങളും മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിനകത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കാണാൻ കഴിയും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ചെറുതായിട്ട് സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്യുക. ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇതേപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. കുറച്ച് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ ഓൺ ആണ്. ഇതാണ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഇതാണ്. ഇങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കുക.